ഹലോ, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പിനകത്തുള്ള അമ്പലത്തിൽ നിന്ന് നവരാത്രി പൂജയുടെ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും പൂജയൊക്കെ ഉണ്ട്. 1 മണിക്കൂർ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുമായിരുന്നു, പിന്നെ ബാക്കി വലിയവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. പൂജ സമയത്ത് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഭക്ഷണം ഇവിടെ പ്രസാദം കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും താഴെ ഇരുന്നിട്ട് വേണം കേട്ടോ ഇവിടെ പ്രസാദമൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ താഴെ ഇരിക്കുവാണ് പ്രസാദം കഴിക്കാനും വേണ്ടിയിട്ട്. ഇവിടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ വർഷത്തിൽ 2 തവണ ഇതുപോലെ നവരാത്രി ആഘോഷിക്കാറുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലെ അമ്പലത്തിലൊക്കെ സ്ത്രീകളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഷോളോ ഇല്ലെങ്കിൽ സാരി കൊണ്ടൊക്കെ തല മറച്ചിട്ട് വേണേ വരാൻ. അപ്പോൾ പ്രസാദമൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ഇതിനെ ഇവിടെ കിച്ചടി എന്നാണേ പറയുക. സ്പൈസസും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഇതിനകത്ത് ദലിയാണ് കേട്ടോ അവർ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ നാട്ടിലെ നുറുക്ക് ഗോതമ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു കഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. നല്ല ലൂസായിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഫാസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കുക. അത്യാവശ്യം ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഈ ഒരു സമയത്ത് ഫാസ്റ്റ് എടുക്കുക. അതായത് നവരാത്രി സമയത്ത് എല്ലാവരും ഇവിടെ ഇങ്ങനെ വ്രതമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. വ്രതമൊക്കെ എടുത്ത് ഇതുപോലെ അമ്പലത്തിലൊക്കെ വന്നിട്ടായിരിക്കും കേട്ടോ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും പോയപ്പോൾ ഞങ്ങളും തിരിച്ചു വന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണി വരെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ പരിപാടി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഏട്ടനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിതാ അവിടെ അമ്പലം കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്ന് വെച്ചാൽ റോഡ് സൈഡിലുള്ള അമ്പലമാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ ഇതുപോലെ ചുവന്ന കുറേ തുണികൾ, അതായത് പട്ടക്കില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾക്ക് ഇങ്ങനെ വിരിച്ചൊക്കെ കൊടുക്കാൻ എന്ന് വെച്ചാൽ ഇവർ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനും ദൈവങ്ങൾക്കൊക്കെ ഇവർ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള തുണികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇന്നലെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടില്ല, ഇത് എന്ത് പറ്റി ഇന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചേഞ്ച് ആയത് കടകളിൽ. എന്തോ സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നവരാത്രീൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നവരാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എല്ലാവിടെയും സ്റ്റാർട്ടായി. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഇവരിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്, ഈ തുണികളൊക്കെ വെക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു കൊടി പോലുള്ളൊരു സാധനം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടുകയല്ല, മീൻസ് മുന്നിൽ നാട്ടി വെക്കും. അപ്പം ആ ഒരു വീട് കാണുമ്പോൾ നമുക്കറിയാം ഇവർ ഹിന്ദുസ് ആണെന്നുള്ളത് മനസ്സിലാകുവേ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തപ്പം ഞാൻ അതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ. അവിടുത്തെ ഇവിടെ നൈറ്റൊക്കെ ആട്ടോ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളതും അതുപോലെ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ വരിക നൈറ്റ് ആട്ടോ. ഇപ്പം ദീദിമാരാണെങ്കിൽ തന്നെ ഇവിടുത്തെ പയ്യന്മാരും എല്ലാവരും ഇതുപോലെ ഒരു വണ്ടിയിൽ 3-4 പേരൊക്കെ ആയിരിക്കും കേട്ടോ വരിക. അതാണ് ഇവിടുത്തെ ഒരു കോമഡി. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് വേണ്ടേ എന്ന് വെച്ചാൽ 2 പേർക്ക് പോകണമെങ്കിൽ പോലും ഹെൽമെറ്റ് ഇടണം. പക്ഷേ ഇവിടെ 3-4-5 പേരായിരിക്കും കേട്ടോ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഞങ്ങളിതാ കുറച്ച് പച്ചക്കറിയും അതുപോലെ കോഴിമുട്ടയൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. പിന്നെ മോന് ടോയൊക്കെ വേണം പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ടോയ്സിൻ്റെ കടകളിലൊക്കെ പോയി നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വില പറയുന്നതിന് കൈയും കണക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാശി പിടിക്കില്ലേ, കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെ വേണമെന്ന്. അപ്പോൾ അവർ കടക്കാരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു സ്പോട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ നല്ല വില പറയുവേ. അപ്പോൾ പിന്നെ നമ്മളധികം ടോയ്സ് ഒന്നും മേടിച്ചില്ല. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ഫോണിന് നല്ല സ്പേസ് കുറവായിരുന്നു കേട്ടോ. അപ്പം ഒരു മെമ്മറി കാർഡ് മേടിക്കാനും വേണ്ടി ഏട്ടനും മോനും കൂടെ കുറച്ച് അപ്പുറത്തുള്ള കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തനിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ്. എന്ന് വെച്ചാൽ പുറത്ത് നോക്കി നിൽക്കുമ്പം നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയായിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയൊന്നും തോന്നില്ലല്ലോ, കാരണം നമ്മളവിടെ ബിസി ആയല്ലോ. ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിയായി മാറിയല്ലോ, കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, നമ്മുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് പോകുമല്ലോ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുത്ത് നിന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഏട്ടൻ പറഞ്ഞു അവിടെ ഒരു ജ്യൂസ് കടയുണ്ട്, നമുക്ക് അവിടെ പോയി ജ്യൂസ് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു, മാംഗോ ജ്യൂസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് ഉണ്ടായത്. പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഇന്ന് മൊത്തം നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം പണികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ MP തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇനിയും കാണും കേട്ടോ. അപ്പോൾ ബായ്.